മഴക്കാലമെത്തിയാലുള്ള മലയാളികളുടെ മനസ്സിലെ പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചല്ല. പകരം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത, ലോകം കണ്ട അതിദാരുണമായ ചില ഡാം ദുരന്തങ്ങളുടെ കാഴ്ചകളാണ്. വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുള്ള കേരളത്തിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തമായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെനാനിൽ 1975 സംഭവിച്ചത്. ചൈനയുടെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിലൊന്നായ ടൈഫൂൺ നീനയാണ് ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചത്. 1.5 ലക്ഷത്തോളം പേർ ഇതിൻ്റെ ഫലമായി മരണമടഞ്ഞു എന്നാണ് കണക്ക്. ചൈനയിലെ പ്രശസ്തമായ ബാൻക്യാവോ എന്ന വമ്പൻ അണക്കെട്ട് തകർന്നതാണ് ഇതിൽ ഏറ്റവും മാരകമായത്. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ മൂന്നാമത്തെ പ്രളയത്തിനും ഈ സംഭവം വഴിയൊരുക്കിയിരുന്നു. 387 അടി പൊക്കവും 49.2 കോടി ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുമുള്ള ഡാം 1000 വർഷം വരെയുള്ള കാലയളവിൽ ഉണ്ടാകുന്ന വമ്പൻ പ്രളയങ്ങളെപ്പോലും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണെന്ന് ചൈനീസ് അധികൃതർ അന്ന് വിശ്വസിച്ചു. ആരാലും തകർക്കപ്പെടില്ലെന്ന അർത്ഥത്തിൽ ഉരുക്ക് അണക്കെട്ട് എന്ന പേരിലും ബാൻക്യാവോ ഡാം അറിയപ്പെട്ടിരുന്നു. അങ്ങനെ 1975 ടൈഫൂൺ നീന എന്ന ചുഴലിക്കാറ്റ് പസഫിക് സമുദ്രത്തിൽ നിന്നുത്ഭവിച്ച് താമസിയാതെ ഹെനാനിലെത്തി. ആദ്യ ദിനം തന്നെ കനത്ത മഴ പ്രദേശത്ത് പെയ്തു. ഹെനാനിൽ സാധാരണഗതിയിൽ 1 വർഷം പെയ്യുന്ന മഴ ആ ഒരൊറ്റ ദിനത്തിൽ സംഭവിച്ചെന്നാണ് കണക്ക്. തുടർന്ന് 3 ദിനം നിർത്താതെ മഴ പെയ്തു. അങ്ങനെ അണക്കെട്ടിൽ ജലനിരപ്പ് അപകടകരമായ തോതിൽ ഉയർന്നു. ഓഗസ്റ്റ് 8-ാം തീയതി ഉച്ചയോടെ ബാൻക്യാവോ ഡാം തകർന്നു തുടങ്ങി. 33 അടി പൊക്കവും 11 കിലോമീറ്റർ വീതിയുമുള്ള വമ്പൻ ജലതരംഗം ഡാമിൽ നിന്നും പുറപ്പെട്ടു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് ജലം ഹെനാനിൻ്റെ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്. അണക്കെട്ടിന് സമീപമുള്ള ഡോവൻചെങ് എന്ന പട്ടണം ആദ്യം തന്നെ ജലത്തിൽ ഇല്ലാതായി. അവിടെ വസിച്ചിരുന്ന 9600 പേർ കൊല്ലപ്പെട്ടു. ബാൻക്യാവോ അല്ലാതെ ഹെനാനിലെ 62 ഡാമുകൾ കൂടി ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴയിൽ തകർന്നിരുന്നു. മേഖലയിലെ 2ാമത്തെ അണക്കെട്ടായ ഷിമന്ദർ ഡാമും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. 26,000 പേർ ഇതുമൂലമുണ്ടായ പ്രളയത്തിൽ മരിച്ചു എന്നാണ് കണക്ക്. എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതമായി ഉണ്ടായ പകർച്ചവ്യാധികളും ക്ഷാമവും മൂലം 1.25 ലക്ഷത്തോളം ആളുകൾ കൂടി മരിച്ചതോടെ ദുരന്തം ഭീകരമുഖം കൈവരിച്ചു. 1 കോടിയോളം ജനങ്ങളുടെ ജീവിതം ഈ ദുരന്തം കാരണം ബാധിക്കപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അക്കാലത്ത് ഇന്നത്തെ പോലെ കുറ്റമറ്റ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതും ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടി. ഡാമുകളുടെ തകർച്ച ചൈനീസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ജലസംഭരണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിലവാരം നോക്കാതെയാണ് വമ്പൻ ഡാമുകൾ 60കളിൽ ചൈന നിർമ്മിച്ചതെന്ന് ആക്ഷേപമുയർന്നു. ചൈനയിൽ ഒഴുകുന്ന റൂ നദിയിൽ 1953 ബാൻക്യാവോ ഡാം നിർമ്മിച്ചത്. ചെയർമാൻ മാവോ സെതുങ്ങിൻ്റെ സർക്കാർ നടപ്പിലാക്കിയ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതിയുടെ ഭാഗമായുള്ള വികസനങ്ങളുടെ ഭാഗമായിരുന്നു ഇതും. ചൈനയിലെ പ്രധാന നദിയായ ഹുവാങ്ഹെ അഥവാ മഞ്ഞ നദിയിൽ അടിക്കടിയുണ്ടാകുന്ന പ്രളയം തടുക്കുക, പിന്നെ വൈദ്യുതി നിർമ്മാണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സോവിയറ്റ് സഹായത്തോടെ ഡാം രൂപകൽപ്പന ചെയ്ത് നടപ്പിൽ വരുത്തിയത്. എന്നാൽ ഡാം തകർച്ചയെ തുടർന്ന് സർക്കാർ രാജ്യത്തെ എല്ലാ ഡാമുകളുടെയും റിസർവോയറുകളുടെയും സാങ്കേതിക പരിശോധന നടത്തി. ബാൻക്യാവോ, ഷിമന്ദർ ഉൾപ്പെടെ അന്ന് തകർന്ന പല ഡാമുകളും പിൽക്കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇത്തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ദുരന്തമായിരുന്നു ഗുജറാത്തിലെ മച്ചു ഡാം ദുരന്തം. ഈ വർഷത്തോടെ മച്ചു ഡാം ദുരന്തം നടന്നിട്ട് 45 വർഷങ്ങളാണ് പിന്നിടുന്നത്. 1979 ഓഗസ്റ്റ് 11 ആ ദുരന്തം നടന്നത്. ഗുജറാത്തിലെ മോർബി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മച്ചു 2 അണക്കെട്ടായിരുന്നു ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം. മച്ചു നദിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഡാമിനും ഈ പേര് കിട്ടിയത്. 1800 മുതൽ 25,000 വരെ ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഇന്നത്തെ കാലത്തെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ 2200 കോടി രൂപയുടെ നാശനഷ്ടവും ഗുജറാത്തിൽ ഇതുമൂലമുണ്ടായി. 1959 മച്ചു 1 എന്നു പേരുള്ള ആദ്യ ഡാം മേഖലയിൽ നിർമ്മിച്ചത്. 1972 ഇതിന് താഴെയായി മച്ചു 2 ഡാമും പൂർത്തിയാക്കി. 1829 ചതുരശ്ര മീറ്റർ ക്യാച്ച്മെൻറ്റ് ഏരിയയുള്ളതായിരുന്നു പുതിയ ഡാം. പ്രളയ നിർമ്മാർജ്ജനമായിരുന്നില്ല ഡാമിൻ്റെ പ്രവർത്തന ലക്ഷ്യം.
സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ചയ്ക്ക് ഒരു പരിഹാരമാകാനും കർഷകർക്ക് ജലസേചനം ഉറപ്പുവരുത്താനുമായിരുന്നു മച്ചു 2 ഡാം ഉദ്ദേശിച്ചത്. 206 മീറ്റർ നീളമുള്ള സ്പിൽവേയിൽ 18 സ്ലൂയിസ് ഗേറ്റുകളുണ്ടായിരുന്നു. സെക്കൻഡിൽ 5663 ക്യൂബിക് മീറ്റർ ആയിരുന്നു സ്പിൽവേയുടെ ശേഷി. നദീജലനിരപ്പിൽ നിന്ന് 74 അടി പൊക്കത്തിലാണ് ഡാം സ്ഥിതി ചെയ്തിരുന്നത്. 1,00,000 ക്യൂബിക് ഡെക്കാമീറ്റർ ആയിരുന്നു ഇതിൻ്റെ സംഭരണശേഷി. അങ്ങനെ 1979 ഓഗസ്റ്റിൽ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. ഇതേ തുടർന്ന് വെള്ളപ്പൊക്കം ഉടലെടുത്തു തുടങ്ങി. ജലത്തിൻ്റെ ഒഴുക്ക് സെക്കൻഡിൽ 16,307 ക്യൂബിക് മീറ്ററിലേക്ക് ഉയർന്നു. ഡാമിൻ്റെ ശേഷിയുടെ 3 മടങ്ങായിരുന്നു അത്. തുടർന്ന് മച്ചു ഡാമിൻ്റെ മതിലുകൾ പൊട്ടിത്തുടങ്ങി. 12 മുതൽ 20 അടി വരെ പൊക്കത്തിൽ പ്രളയജലം ഡാമിൽ നിന്നും പുറപ്പെട്ടു. വൈകുന്നേരം 3:30 പ്രളയജലം തൊട്ടു താഴെയുള്ള മോർബി വ്യാവസായിക പട്ടണത്തെ മുക്കിക്കളയുകയായിരുന്നു. 30 മീറ്റർ വരെ ആ ജലനിരപ്പ് ഉയർന്നു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ മോർബി പട്ടണത്തിൽ 20 അടി വരെ പൊക്കത്തിൽ ജലം ഉയർന്നു വന്നു. ആളുകൾ രക്ഷക്കായി കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും കുന്നിൻ മുകളിലുമൊക്കെ കയറി നിന്നു. ഉയർന്ന കെട്ടിടങ്ങളിൽ ചിലർ കയറി നിന്നെങ്കിലും അവയും ക്രമേണ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. കൈക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള അമ്മമാരുടെ ശ്രമങ്ങളും ഒഴുകിവരുന്ന മൃതശരീരങ്ങളും ചത്ത കന്നുകാലികളും മറ്റും മച്ചു 2 ദുരന്തത്തിൻ്റെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ആൾനാശം കൂടാതെ കനത്ത കൃഷിനാശവും പാരിസ്ഥിതിക നാശവും ദുരന്തം മൂലം ഉടലെടുത്തു. പിൽക്കാലത്ത് ഗുജറാത്തി ഭാഷയിൽ മച്ചു എന്ന പേരിൽ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി. മച്ചു ദുരന്തത്തിൻ്റെ ദുരിതങ്ങളായിരുന്നു ഇതിൻ്റെ പ്രമേയം. ദുരന്തത്തിനു ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് മച്ചു ഡാം പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു. സെക്കൻഡിൽ 21,000 ക്യൂബിക് മീറ്ററാണ് ഇപ്പോൾ ആ ഡാമിൻ്റെ ശേഷി. മറ്റൊരു ഡാം തകർച്ച കൂടി നമുക്ക് പരിശോധിക്കാം. ഇത് 2019 ബ്രസീലിൽ സംഭവിച്ച ഒരു ചെറിയ ഡാം ദുരന്തമാണ്. തെക്കിക്കിഴക്കുള്ള ബ്രൂഹിമാൻഡീഞ്ഞോ എന്ന പട്ടണത്തിൽ ബാലി എന്ന കമ്പനിയുടെ ഇരുമ്പയർ കുഴിച്ചെടുക്കുന്ന ഒരു ഖനിയുടെ ഖനനാവശിഷ്ടങ്ങൾ സംഭരിച്ചു വെക്കാൻ വേണ്ടി നിർമ്മിച്ച ടെയിലിംഗ് ഡാം ആയിരുന്നു ഇത്. 1976 പണിത ഈ അണക്കെട്ടിന് 20 ലക്ഷം ക്യൂബിക് മീറ്റർ ഖനനാവശിഷ്ടങ്ങൾ ശേഖരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ഇത്രയും ചെറിയ ഡാം തകർന്നപ്പോഴേക്കും അന്ന് 65 പേർ മരണപ്പെടുകയും 279 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് പൊട്ടിയാൽ എന്തായിരിക്കും കേരളത്തിലും മലയാളികൾക്കും സംഭവിക്കുക എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മുല്ലപ്പെരിയാറിൽ അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം ജനങ്ങളെങ്കിലും മരിച്ചു വീഴുമത്രേ. കന്നുകാലികളടക്കമുള്ള മിണ്ടാപ്രാണികളുടെ കണക്കൊന്നും മുകളിൽ പറഞ്ഞ 40 ലക്ഷത്തിൽ പെടുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം. യഥാർത്ഥത്തിൽ ഭയം വേണ്ട, ജാഗ്രത മതി എന്നല്ല. ഭയവും വേണം, ജാഗ്രതയും വേണം. കേരളത്തിന് ഒരു പുതിയ ഡാമും കൂടി വേണം എന്നുള്ളതാണ് സത്യം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.